അമ്മ എന്തെടുക്കുക? ആ മോളെ, ഞാനിവിടെ തൂത്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ തൂക്കാം, അമ്മ ഇങ്ങോട്ട് മാറ്. വേണ്ട മോളെ, ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം. അയ്യോ അത് കുഴപ്പമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നതല്ലേ അമ്മേ. മോളതൊന്നും ചെയ്യണ്ട. പോയി അടുക്കളയിൽ ചായ ഇരിക്കുന്നു, പോയി എടുത്ത് കുടിക്കും. ശരി. മോളിത് എന്താ ചെയ്യുവാ? ഇത് ചോറ് വെക്കാനുള്ള വിറകാ അമ്മേ. നിന്റെ കയ്യിൽ ആരൊക്കെ കൊള്ളത്തില്ലയോ? അയ്യോ അത് കുഴപ്പമില്ല. പിന്നെ നിന്നാ അവൻ വരുമ്പോഴത്തേക്ക് ക്ഷീണമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ വഴക്ക് പറയത്തില്ലയോ? അയ്യോ അത് കുഴപ്പമില്ല അമ്മേ. വേണ്ട വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, ബാക്കിയുള്ളത് ഞാൻ ചെയ്തോളാം. ഈ അമ്മയുടെ ഒരു കാര്യം. വാഴയ്ക്ക് തോരൻ വെക്കാറുണ്ട്. മോൾ എന്തെടുക്കാൻ പോവുക? അല്ലമ്മേ, ഈ വാഴയ്ക്ക് നമുക്ക് തോരൻ വെച്ചാലോ? നീ അതവിടെ വെച്ചേരെ, ഞാൻ അരിഞ്ഞു തരാം. ഞാൻ തോരൻ വെച്ചെങ്കിലേ അത് ശരിയാവത്തുള്ളൂ. മോള് പോയി റെസ്റ്റ് എടുത്തോ കേട്ടോ. ശരി അമ്മേ. ആ എന്താ മോളെ? അമ്മ ഞാനേ ഇത് കൊള്ളാവോ അമ്മേ? ആ കൊള്ളാമല്ലോ മോളെ. ഇത് നമ്മുടെ ആ അടുത്ത ആഴ്ചത്തെ കല്യാണ ഫംഗ്ഷൻ ഇടാനായിട്ട്. മറ്റേത് കുറച്ചും കൂടെ നല്ലതാണല്ലോ, എന്നാൽ അതെടുക്ക്. അയ്യോ അതിന് ഭയങ്കര വില കൂടുതലാണ്. വിലയൊന്നും നോക്കണ്ട, മോൾ അതെടുത്തോ. അയ്യോ വേണോ? അത്രയും വിലയാ? അയ്യോ ഞാൻ ചേട്ടനോട് ചോദിച്ചില്ല. മോനോട് ഞാൻ പറഞ്ഞോളാം. ശരി. പാവം അമ്മ, എന്നോട് എന്ത് സ്നേഹമാ. ഇതിലൊരു അമ്മായിമ്മ കിട്ടിയതിൽ എൻ്റെ ഭാഗ്യം തന്നെ. ഹലോ മോനെ, നിനക്ക് സുഖമാണോ? അവിടെ എന്തോ ഉണ്ട് വിശേഷം? ഓ എനിക്കെന്തോ മോനെ സുഖം. നിന്റെ ഭാര്യ ഒന്നും ചെയ്യത്തില്ലല്ലോ, ജോലി ചെയ്ത് എൻ്റെ നടുവെല്ലാം വേദനയാണ്. ആ സാരമില്ല മോനെ, ഞാൻ എല്ലാ ജോലിയും അങ്ങ് ചെയ്തോളാം. നിന്റെ പൈസ മൊത്തം ഇവിടെ ഓൺലൈൻ വഴി എന്തൊക്കെയോ സാധനങ്ങൾ ബുക്ക് ചെയ്ത് വാങ്ങിക്കുക. ഇന്നും എന്തോ വില കൂടിയ ഡ്രസ്സ് എന്തോ പിന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ അവളോടൊന്നും ചോദിക്കാനും ഒന്നും നിൽക്കണ്ട. എന്നാൽ ശരി. അശ്വതിയാണല്ലോ. ഹലോ. ആ അശ്വതി, എന്തുണ്ട് വിശേഷം? ഓ എന്ത് വിശേഷമാടി, നിനക്ക് സുഖമാണോ? ഓ എനിക്കിവിടെ പരമസുഖമാടി. ആണോ? അമ്മായിമ്മയൊക്കെ എന്താ പറയുന്നു? ആ അമ്മയ്ക്ക് എന്നെ ഇവിടെ എന്ത് സ്നേഹമാണെന്നറിയാവോ. എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെന്നാലും പറയും മോള് പോയിരുന്നോ, ഒന്നും ചെയ്യണ്ടെന്ന് പറയും. എനിക്ക് ഇതുപോലൊരു അമ്മായിമ്മ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാടി. കൂടുതൽ സ്നേഹം കാണിക്കുന്നവരെ സൂക്ഷിക്കണം കേട്ടോ. പൊടി പൊടി നീ അസൂയ കൊണ്ട് പറയുക. നമുക്ക് നോക്കാം. ആ ശരിയടി എന്നാ. ശരി എന്നാ. ആ ചേട്ടനാണല്ലോ. ഹലോ. ഹലോ. ആ പറയട്ടാ. ഓ ഇവിടെ എനിക്കെന്തോ പണി, ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. സുഖമല്ലേ? അതെ, നിനക്ക് സുഖമാണല്ലോ. എൻ്റെ അമ്മയാണല്ലോ അവിടുത്തെ പണി മൊത്തം ചെയ്യുന്നത്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ അമ്മയ്ക്ക് വയ്യായിരിക്കുമല്ലേ, നീ എല്ലാ പണികളും ചെയ്യണം. അമ്മയെ കൊണ്ടിട്ട് പണി ചെയ്യിപ്പിക്കരുത് കേട്ടോ. അയ്യോ ഞാൻ ജോലി ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ അമ്മ പറയും പൊയ്ക്കോ മോള് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, മോള് റെസ്റ്റ് എടുക്കുന്നൊക്കെ. ആ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് എല്ലാ പണികളും നീ ഇനിയും ചെയ്താൽ മതി. അമ്മയെ കൊണ്ടൊന്നും ഇട്ടൊന്നും ചെയ്യിപ്പിക്കണ്ട. ആ ചെയ്യാം. അതുപോലെ നീ വിലപിടിപ്പുള്ള സാധനം ഒന്നും ഓർഡർ ചെയ്യരുത്. അല്ല ഞാൻ സാധനം ഓർഡർ ചെയ്യാൻ പോയപ്പം അമ്മയാ പറഞ്ഞത് ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കാൻ. അമ്മ അങ്ങനെയൊന്നും പറയത്തില്ല. അമ്മയ്ക്ക് വിലപിടിപ്പുള്ളതൊന്നും അമ്മ വാങ്ങിക്കാറില്ല. ആ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്തു തരേ. ആ അപ്പം ശരി, പിന്നെ വിളിക്കാം. ശരി. എന്തുവാ ഇവിടെ സംഭവിക്കുന്നേ? അമ്മയല്ലേ പറഞ്ഞ ജോലിയൊന്നും ചെയ്യേണ്ട, മോളെ പിക്കണമെന്ന്. പിന്നെ ഇത് ആരായി പറഞ്ഞു കൊടുക്കുന്നേ? നോക്കണേ എന്താ സംഭവിക്കുന്നതെന്ന്. ഹലോ ശാരദേ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഓ ഒന്നും പറയണ്ട, ജോലിയെല്ലാം ചെയ്ത് നടുവും പുറവും എല്ലാം വേദനിക്കുന്നു. അവള് ജോലിയൊന്നും ചെയ്യത്തില്ല. അപ്പം ഇതാണ് പരിപാടി. നീ ഇങ്ങോട്ട് വാ, അന്നേരം എല്ലാം നിനക്ക് ബോധ്യമാവും. വരട്ടെ, എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പം ചേട്ടനെ വിളിച്ച് പറഞ്ഞതും അമ്മ തന്നെ. ദൈവമേ.
അതെ ആ കൊച്ചൊന്നും ചെയ്യത്തില്ലയോ? ഓ ഇല്ല, അവളൊന്നും ചെയ്യത്തില്ല. ഏത് സമയവും മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. ആ ഒന്ന് നോക്കട്ടെ, നമുക്ക് ഒന്ന് കാണട്ടെ കൊച്ചിനെ. ആഹാ, മോളിത് എന്തോ എടുക്കുവാ? ആഹാ, ഇത് ആരാ? ആന്റിയോ? വാ ആന്റി ഇരിക്ക്. ഞാനിവിടെ എല്ലാം ഒന്ന് തൂത്ത് വരുമൊക്കെ ചെയ്യുമായിരുന്നു. ആ ആ ആ ശരി ആന്റി ഇരിക്ക്, ഞാനിപ്പോ വരാവേ. കലയെ ആ കൊച്ചിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം. ആ ആ മോളെ, അല്ല ആന്റി, ആന്റിക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? ചായ വേണോ, കാപ്പി വേണോ, അത് കൂൾ ഡ്രിങ്ക്സ് എടുക്കണോ? അയ്യോ എനിക്കൊന്നും വേണ്ട മോളെ. അങ്ങനെ പറയരുത് ആന്റി, ആദ്യമായിട്ട് ആന്റി ഞാൻ ഉള്ളപ്പോൾ വരുന്നതല്ലേ, അപ്പൊ എന്തായാലും ഒന്ന് കുടിക്കാതെ പോകാനൊക്കത്തില്ല. ഓ എന്നാ പിന്നെ ഒരു ചായ എടുക്ക. ശരി ഞാൻ എടുക്കാം. രാവിലെ ഞാൻ ഉണ്ടാക്കി ഇഡ്ഡലി സാമ്പാറും ഇരിപ്പുണ്ട്, എടുക്കട്ടെ ആന്റി? അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഞാൻ രാവിലെ കാപ്പി കുടിച്ചിട്ടാ വന്നേ. ശരി ശരി. അമ്മയ്ക്കൂടെ എടുക്കട്ടെ? അമ്മയ്ക്ക് ബൂസ്റ്റ് ഇട്ട് പാൽ എടുക്കണോ? അമ്മയമ്മയ്ക്ക് ബൂസ്റ്റും ഒക്കെ അമ്മ കൊടുക്കുന്നേ. ഞാൻ ചെയ്തോളാം എല്ലാം, അമ്മ ഇവിടെ ഇരുന്നോ. എന്തോ വേണം, എന്ത് കാര്യമായിട്ടാ മോള് ഇതാക്കുന്ന? പാല് വേണോ, ബൂസ്റ്റ് വേണോ? പാവം കൊച്ചാന്ന് തോന്നുന്നല്ലേ എന്റെ കാര്യം. എന്റെ ശാരദ എല്ലാം അവള് കാണിക്കുന്നതാ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇനി വല്ല കുടിച്ചിട്ടൊക്കെ മതി സംസാരം. മോള് ചായ എടുത്തോ? ആന്റിക്കുള്ള ചായ. ഇത് അമ്മയ്ക്കുള്ള ബൂസ്റ്റ് ആണേ, മുഴുവനും കുടിക്കണം കേട്ടോ. കുടിക്ക് കലേ. ഇല്ല ആന്റി, അമ്മ ആരോഗ്യകാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കത്തില്ല. ഞാൻ വേണം എല്ലാം എടുത്തു കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കുക. 1 കിലോ മത്തി കൊണ്ടുവന്നിട്ടേക്കുന്നു, ഞാൻ പോയി അത് വെട്ടി ശരിയാക്കിയിട്ട് വരാവേ. ആന്റി ഉച്ചയ്ക്ക് ചോറിനിട്ടേ പോകാവുള്ളൂ കേട്ടോ. അയ്യോ ഞാൻ ചോറിനായിരുന്നു നിൽക്കത്തില്ല മോളെ, ഞാൻ ജസ്റ്റ് മോളെ ഒന്ന് കാണാൻ, എല്ലാവരും ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാ. മോളെ നീ ഇവിടെ വന്നിരിക്ക, ഞാൻ അമ്മ എഴുതോളാം കേട്ടോ. വേണ്ട വേണ്ട, അമ്മ ഇവിടെ ഇരുന്നോ. അവിടെ ഇരിക്കുകയല്ലേ, ആ കൊച്ചു ചെയ്യാന്ന് പറഞ്ഞില്ലയോ, അത് പോയി ചെയ്യട്ടെ. എല്ലാം ഞാൻ ചെയ്തോളാം കേട്ടോ, അമ്മ അവിടെ ഇരുന്നോ. മോളെല്ലാം ചെയ്തേച്ചു വാ, ആന്റി കൊണ്ടിട്ടേ പോവാനുള്ളേ. ശരി. എൻ്റെ കലയെ ആ കൊച്ചു എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ വന്നപ്പം തൂത്തുവായിരുന്നു. ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, ചായ വേണോ, അത് വേണോ. ആ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ. വേണ്ട പിന്നെ നോക്കിയും കണ്ടുമൊക്കെ നിന്ന് ആ കൊച്ചും വല്ലതൊക്കെ നോക്കിയും കാണുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ചുമ്മാ അവളുടെ അടുത്ത് കാലത്തും ഇരുത്തുമൊക്കെ പോയി കൊതിഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിള്ളേരാരും നോക്കാൻ കാണത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അപ്പം അത് കണ്ടൊക്കെ നിന്നോണം. പാവം കൊച്ചാൻ തോന്നുന്നു. എന്നോടാ കളി, കാണിച്ചു തരാം. അങ്ങനെ അല്ല ശാരദേ. അയ്യോ അങ്ങനല്ല, നല്ല അങ്ങനെയൊക്കെ ഓരോന്ന് കണ്ടു നോക്കി കണ്ടുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലെന്ന്. ഇപ്പോഴത്തെ പിള്ളേരല്ലയോ. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. എടി ഭയങ്കര